Hi all, welcome to EduLine. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമ്പൈലറിന്റെ ഡിഫറെന്റ് ഫേസസിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കമ്പൈലറിന്റെ ഡിഫറെന്റ് ഫേസസ് പറയുമ്പോൾ അവിടെ നമ്മൾ സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ സിമ്പിൾ ടേബിൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡേറ്റാ സ്ട്രക്ചർ ആണ്. ഡേറ്റാ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം അല്ലേ. അപ്പൊ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചർ ആണ്. ഈ ഡേറ്റാ സ്ട്രക്ചർ അതിൽ ഈ സിമ്പിൾ ടേബിൾ എന്താ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേരിയബിൾ നെയിംസും അതിന്റെ ആട്രിബ്യൂട്ട് വാല്യൂസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആട്രിബ്യൂട്ടിന്റെ ഫീൽഡും വേരിയബിളിന്റെ നെയിമും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ സിമ്പിൾ ടേബിൾ നോക്കി നമ്മൾ പ്രോഗ്രാം എഴുതി, ഇപ്പോൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഴ്സ് പ്രോഗ്രാം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് വേരിയബിൾസ് യൂസ് ചെയ്യാറുണ്ട്, ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഐഡന്റിഫയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ശരിക്കും സിമ്പിൾ ടേബിളിൽ വരുന്നത്. അതും അതിന്റെ ആട്രിബ്യൂട്ടുമാണ്, ആട്രിബ്യൂട്ട് ഫീൽഡുമാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ആട്രിബ്യൂട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആ വേരിയബിളിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ സ്റ്റോറേജ്, എത്ര സ്റ്റോറേജ് ആണ് നമ്മൾ ആ ഒരു വേരിയബിളിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്, പിന്നെ ആ വേരിയബിളിന്റെ ടൈപ്പ് എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ ആ ഒരു വേരിയബിൾ ആ പ്രോഗ്രാമിൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് അതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞത്. അപ്പം ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട്, ലോക്കൽ സ്കോപ്പ് ഉണ്ട്. ലോക്കലായിട്ട് വേണേൽ നമുക്ക് വേരിയബിളിനെ യൂസ് ചെയ്യാം. ഗ്ലോബൽ ഡിക്ലറേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ, ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ, അങ്ങനെ. ഓക്കെ, അപ്പൊ അതൊക്കെ സ്കോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതായത് എവിടെയാണ് നമ്മൾ ആ ഒരു വേരിയബിൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു ഫംഗ്ഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് നമ്മളൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷന്റെ നെയിം, പിന്നെ എത്ര ആർഗ്യുമെന്റ് ആണ് നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്, ആർഗ്യുമെന്റിന്റെ ടൈപ്പ് എന്താണ്, പിന്നെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മൾ ആ ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്നത്, കോൾ ബൈ റെഫറൻസ്, കോൾ ബൈ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ പറയുന്ന രീതിയിൽ ഏത് രീതിയിലാണ് നമ്മൾ ആർഗ്യുമെന്റ്സിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്, പിന്നെ എന്താണ് അതിന്റെ റിട്ടേൺ ടൈപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മുടെ സിമ്പിൾ ടേബിളിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ടേബിൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് ഒന്നെങ്കിൽ ലീനിയർ ലിസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഷ് ടേബിൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞ ഡേറ്റാ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അതൊരു ഡേറ്റാ സ്ട്രക്ചർ ആണ്. അപ്പോൾ നമുക്ക് ഡേറ്റാ സ്ട്രക്ചർ എങ്ങനെ പല രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ ഉണ്ട്, നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഉണ്ട്, റൈറ്റ്. അപ്പൊ അങ്ങനെ പല രീതിയിൽ ഡേറ്റാ സ്ട്രക്ചർ. അപ്പം ഇവിടെ നമ്മൾ സിമ്പിൾ ടേബിൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ലീനിയർ ലിസ്റ്റ് ആയിട്ട് ചെയ്യും. ലീനിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ലിങ്ക്ഡ് ലിസ്റ്റ്, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീനിയർ ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഒരു ലിസ്റ്റ് ആയിട്ട്, അതായത് ഈ പറയുന്ന അറേസ്. ഓക്കെ, അറേ എന്ന് പറയുന്ന ഒരു ലീനിയർ ലിസ്റ്റ് ആണ് അല്ലെ. അപ്പം സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ലീനിയർ ലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാഷ് ടേബിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ടേബിളിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്യുന്ന ഒന്നുകൂടെ നോക്കാം. വേരിയബിൾ നെയിംസും കോൺസ്റ്റന്റുകൾ കാണുമല്ലോ പ്രോഗ്രാമിൽ. അപ്പൊ കോൺസ്റ്റന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, വേരിയബിൾ നെയിംസ്, പിന്നെ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ പ്രൊസീജിയർ, അതിന്റെ ഫംഗ്ഷൻ നെയിംസ്, പിന്നെ ലിറ്ററൽ കോൺസ്റ്റന്റുകൾ, സ്ട്രിങ്സ്, കമ്പൈലർ ജനറേറ്റഡ് ടെമ്പററീസ് കാണും. പിന്നെ ലേബിൾസ് ഇൻ സോഴ്സ് ലാംഗ്വേജ്. ഓക്കെ, ലേബിൾസ് നമ്മൾ ഏതൊക്കെ ലേബിൾസ് ആണ് സോഴ്സ് ലാംഗ്വേജിൽ യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഒരു സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും നമ്മുടെ ലെക്സീം ആണ്, വൈല് പ്ലസ് എക്സ് 8, ഇതൊക്കെ എന്താണ് ലെക്സീം ആണ് വരുന്നത്. ലെക്സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് ആണ് ലെക്സീം എന്ന് പറയുന്നത്. നമ്മുടെ സോഴ്സ് പ്രോഗ്രാം സ്കാൻ ചെയ്തിട്ട് ലെക്സീമുകളെയാണ് എന്ത് ചെയ്യുക, നമ്മളെ ലെക്സിക് അനലൈസർ ലെക്സീമുകളെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ലെക്സീമിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടോക്കണുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും അല്ലെ. ഇനി ടോക്കൺ ക്ലാസ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ടോക്കൺ ക്ലാസ്. സിമ്പിൾ ടേബിൾ സിമ്പിൾ ടൈപ്പ് ആണ് ഈ തന്നിരിക്കുന്നത്. കീവേഡ്, ഇത് കീവേഡ് ആണ്. വൈൽ എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്, പ്ലസ് ഒരു ഓപ്പറേറ്റർ ആണ്. ഏത് ടൈപ്പ് ആണെന്നുള്ളത് അല്ലെ. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, 8 എന്ന് പറയുന്ന ഒരു ലിറ്ററൽ ആണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, പിന്നെ അതിന്റെ ടൈപ്പ്, അതിന്റെ ഡേറ്റ ടൈപ്പുകൾ, ഇവിടെ ഡേറ്റ ടൈപ്പ് ഒന്നുമില്ല, പക്ഷേ ഇവിടെ എക്സിന് നമ്മൾ ഇൻറ്റിജർ കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ചിലപ്പോൾ ഇൻറ്റിജർ ആയിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 8 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. വാല്യൂസ്, പിന്നെ അതിന്റെ സ്കോപ്പ്, ഗ്ലോബൽ ആണോ ലോക്കൽ ആണോ എന്നുള്ള സ്കോപ്പ് കണ്ടോ. ഈ ഡേറ്റാസ് ഒക്കെ വരുന്നതാണ് നമ്മുടെ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ടേബിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിയബിൾസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്ന സംഭവം. ആക്ച്വലി സിമ്പിൾ ടേബിൾ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് ഇത് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കൽ അനാലിസിസ് ഫേസും സിന്റാക്സ് അനാലിസിസ് ഫേസും. ഓക്കെ, ഈ രണ്ട് ഫേസുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ സിമ്പിൾ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലെക്സിക്കൽ അനാലിസിസ് ഫേസിലും സിന്റാക്സ് അനാലിസിസ് ഫേസും ഇവർ രണ്ടുപേരുമാണ് സിമ്പിൾ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ
സിമ്പിൾ ടേബിൾ എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് കമ്പൈലറിന്റെ ഫേസസിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് നമ്മളിപ്പം ഒരു 6 ഫേസ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ 6 ഫേസിനെ നമുക്ക് മെയിൻ ആയിട്ട് 2 രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അനാലിസിസ് ഫേസ് എന്നും സിന്തസിസ് ഫേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അനാലിസിസ് ഫേസിനെ നമുക്ക് ഫ്രണ്ട് എൻഡ് ഓഫ് ദ കമ്പൈലറിന്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയാൻ പറ്റും. സിന്തസിസ് ഫേസിനെ കമ്പൈലറിന്റെ ബാക്ക് എൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്പൈലറിന്റെ ഫേസസുകളെ 2 ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അനാലിസിസ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഗ്രൂപ്പിൽ വരുന്ന ആരൊക്കെയാന്ന് നോക്കാം. ലെക്സിക്കൽ അനാലിസിസും സിന്റാക്സ് അനാലിസിസ്, സെമാന്റിക് അനാലിസിസ്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, ഈ 4 പേരാണ് നമ്മുടെ അനാലിസിസ് ഫേസ് വരുന്നത്. അതായത് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്, കമ്പൈലറിന്റെ ഫ്രണ്ട് എൻഡ് ആയിട്ട് വരുന്നത് ഇവർ 4 പേരുമാണ്. ലെക്സിക്കൽ അനാലിസിസ് ഫേസ്, സിന്റാക്സ് അനാലിസിസ് ഫേസ്, സെമാന്റിക് അനാലിസിസ് ഫേസ്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഓക്കെ, അപ്പൊ ഈ 4 ഫേസസ് ആണ് നമ്മുടെ കമ്പൈലറിന്റെ ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 എണ്ണമാണ് നമ്മുടെ സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്, കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനും. ഓക്കെ, അപ്പം ഈ സിന്തസിസ് പാർട്ട് എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് പ്രോഗ്രാമിനെ ജനറേറ്റ് ചെയ്യാണ്. കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് പ്രോഗ്രാമിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനും വരുന്നത് നമ്മുടെ സിന്തസിസ് ഫേസ് ആണ്. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ ബാക്ക് എൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ കമ്പൈലറിന്റെ ബാക്ക് എൻഡിൽ വരുന്നതാണ് കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷൻ എന്നും പറയുന്നത്. ഓക്കെ, കോഡ് ഒപ്റ്റിമൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ലാസ്റ്റ് ഫേസ് കണ്ടോ, അതായത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഈ ഒരു ഫേസ് എല്ലാ കമ്പൈലറിനും വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ചില കമ്പൈലറുകൾ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫേസ് ചില കമ്പൈലറിന് കാണും, ചില കമ്പൈലേഴ്സിന് ഈ ഒരു ഫേസ് കാണത്തില്ല. ഇത് നെസസറി അല്ല. ഈ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞത് അതൊരു ആവശ്യം, അത് പക്ക ആവശ്യമായിട്ട് വരുന്ന കാര്യമല്ല. ഓക്കെ, പക്ഷേ ഈ പറയുന്ന കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം കോഡിനെ. ഇപ്പം നമ്മുടെ കോഡിൽ ലൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, അത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ഒക്കെ നമ്മൾ ലൂപ്പ് പഠിക്കുമല്ലോ. അപ്പൊ നമ്മുടെ കോഡിനകത്ത് ലൂപ്പ് ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒപ്റ്റിമൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? അപ്പം അതായത് ഇപ്പം ഇന്നർ ലൂപ്പ് ഒക്കെ വരും, അതായത് നെസ്റ്റഡ് ലൂപ്പ് എന്നൊക്കെ ഉണ്ടായിരുന്നു, അത് ഒരു ലൂപ്പിനുള്ളിൽ അടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ നെസ്റ്റഡ് ലൂപ്പുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഈ കോഡ്, അതായത് ഇവിടെ ഈ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലൂപ്പിനാണ് കൂടുതൽ, അതായത് ലൂപ്പ് വരും, നമ്മുടെ കോഡിനകത്ത് ലൂപ്പ് വരുമ്പോഴത്തേക്കിനാണ് നമ്മൾ കൂടുതൽ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ കോഡ് ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വരുന്നതാണ് കോഡ് ജനറേഷൻ. അത് ടാർഗറ്റ് കോഡ് ജനറേഷൻ ആണ്. കോഡ് ജനറേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ഫേസ് ടാർഗറ്റ് മെഷീനെ ബേസ് ചെയ്തിട്ട് കോഡ് ജനറേറ്റ് ചെയ്യുക. ഈ ടാർഗറ്റ് കോഡ് എന്ന് പറയുന്നത് എപ്പോഴും ബൈനറി ലാംഗ്വേജ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതാണോ നമ്മുടെ മെഷീന്റെ, ഏതിലേക്കാണോ നമ്മൾ, ഏത് മെഷീനിലേക്കാണോ നമ്മൾ മാറ്റുന്നത്, ഏത് മെഷീനിന് വേണ്ടിയിട്ടാണോ ആ ഒരു രീതിയിലായിരിക്കും അതിന്റെ ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. അത് എപ്പോഴും ബൈനറി കോഡ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അനാലിസിസ് സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.